ഹലോ ഗായ്സ്, അപ്പം ഇന്നെന്താ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഡേ 2 ആണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ആദ്യം ഒരു ബേർഡ്സ് പാരഡൈസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോണത്. അത് കഴിഞ്ഞ് വൈകിട്ട് സെൻറ് ജോസ് ഐലൻഡ് എന്ന സ്ഥലത്തോട്ട് സമയം ഉണ്ടെങ്കിൽ ബീച്ചിലും പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്നുള്ളൂ. ഇനി ഞങ്ങളുടെ ബസ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടി ബേർഡ്സ് പാരഡൈസിൽ പോകും, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വീഡിയോ ആണ്. വെള്ളം ഭയങ്കര എക്സ്പെൻസീവ്. അപ്പോൾ നമുക്കൊരു ബോട്ടിൽ വെള്ളം ഇങ്ങനെ വരും. ഇത് നമ്മളിത് ഇവിടെ നിന്ന് ഫില്ല് ചെയ്യണം. പ്ലാസ്റ്റിക് ഒന്നും ഇടാൻ പാടില്ല, ഫൈൻ കിട്ടും അല്ലേ? അതവിടെ നോക്കി ഇത് നോക്കൂ, ഇവിടുത്തെ വാഴക്കൊല എടുക്കണ നോക്കി, സെറ്റപ്പ്. നമ്മൾ ഓൾമോസ്റ്റ് ഇവിടെ എത്തി. അയ്യോ, ഞങ്ങൾക്ക് ഫ്രണ്ട് സീറ്റ് തന്നെ വേണം. നോക്കൂ, നമ്മള് ഇതിലാണ് പോകുന്നത്. എനിക്കൊരു എത്തം തരണേ, എന്നാലും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ഞങ്ങളിങ്ങനത്തെ ഒരു ചെറിയ ഇതിനും ഭേദം നടക്കണായിരുന്നില്ല. തോന്നി ഇതിനും ഭേദം നടന്നു പോണതാന്ന്. ഇതെന്നെങ്കിലും കണ്ടൂടെ തന്നെയാണോ സെറ്റപ്പിൽ കയറിയത് ഗൈസ്. നമ്മുടെ ഷോ നടക്കാൻ പോണത്. ഷോ നടക്കും മിക്കവാറും. ഒരൊച്ച് കാണിച്ചെടുക്ക്. നമ്മളിപ്പോ പോകുന്നത് ആൻസി തിയേറ്ററിലേക്കാണ്. അവിടെ ഉണ്ട്, ഇങ്ങനത്തെ പക്ഷികൾക്ക് വരുന്നെന്ന് പറയുന്നത്. അയ്യോ, അതിന്റെ ചുണ്ട് സത്തെടുക്കണേ. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇവിടത്തെ പിള്ളേര് പിക്നിക്കിന് വന്നേക്കണ നോക്ക്. ടീച്ചർ ഞാൻ ചേർത്തേ ടീച്ചർ കോച്ചിനെ പോലെ ഉണ്ടല്ലേ നീ കൊച്ച്. A group of fully developed theropods, dromaeosaurids, microraptors, and velociraptors live among the descendants of dinosaurs. Home to predators on wings. Wow! Nice. So she needs to get dosage of eye drops, just like that. And over here we've got Ethan. Ethan is our brownie cat. And Ethan is partially blind on both eyes. Now this is an unusual bit of prey. It uses its long legs and flat claws to walk and forage around skillfully. And right now Rob is busy turning the rocks for some of the trees that I have hidden underneath. Alright Rob, have you checked all the rocks? Okay, what about this one? Have you checked this one? Alright, he got to all of his rocks. Let's give him a big round of applause, everyone. And
ഞങ്ങൾ ആ ഷോ കണ്ടു, പക്ഷെ അത് അത്ര ഒരു സെറ്റപ്പ് ഒന്നും ഇല്ല അല്ലേ, കുഴപ്പമില്ലാന്നുള്ളത്. ചുമ്മാ ബേർഡ്സിനൊക്കെ കണ്ടിരിക്കുക. കുറെ കാണാത്ത ബേർഡ്സിനെ കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കര ചൂടുണ്ട് ഇവിടെ, കണ്ണൊന്നും കാണില്ല. തനിക്കിത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? എനിക്ക് ചെറിയ പിള്ളേരെ പറ്റിക്കാൻ കൊണ്ടുള്ള സ്ഥലമാണ് നമ്മുടെ നാട്ടില് മറ്റേ വൺ ഡേ ടൂർ എന്നൊക്കെ ചിൽഡ്രൻസ് പാർക്ക് അല്ലേ, വൺ ഡേ ടൂർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നമ്മളൊക്കെ കാണിക്കാൻ അതുപോലത്തെ പരിപാടി. മൊത്തം പിള്ളേരാണ്. പിള്ളേർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് വരും. പിള്ളേർക്ക് ഓക്കെ, പിള്ളേർക്ക് അടിപൊളിയാണ്. പിന്നെ ആകെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് കാണാത്ത കുറെ ആ പരിപാടി കുഴപ്പമില്ല. പരിപാടി നൈസായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. തമ്മിൽ ഭേദം ഇത് ഈ സാധനങ്ങളെ കാണാൻ പറ്റും. കാണാത്ത ബേർഡ്സ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ കുറെ പിള്ളേരെ കാണിച്ചു തരാം. നമുക്ക് നിറച്ച് പിള്ളേരെ തന്നെയാണ്. ഇവിടുത്തെ പിള്ളേരുടെ കയ്യിലൊക്കെ ഫാൻ. വന്നില്ലല്ല, നോക്കട്ടെ. ഇതിന്റെ സൗണ്ടാണത്. മൊത്തം സൗണ്ട് ഇവിടത്തെ നമ്മുടെ ഇത് കഴിഞ്ഞു. ഇനി നമ്മള് ആ വണ്ടിയിൽ തന്നെ പെൻഗ്വിനെ കാണാൻ പോകും എന്നാണ് പറയുന്നത്. നമ്മളിനി പെൻഗ്വിനെ കാണാനല്ലോ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പെൻഗ്വിനെ കാണാൻ പോകും. പെൻഗ്വിൻ ഇവിടെ ചത്തൂല. അതിന്റെ ടെമ്പറേച്ചറിൽ നമുക്ക് നോക്കാം അവിടെ എന്തായിരിക്കും. ഞാൻ പെൻഗ്വിനെ ഇതുവരെ കണ്ടിട്ടില്ല. നീ കണ്ടിട്ടുണ്ടോ പെൻഗ്വിനെ? എന്താ താൻ കണ്ടിട്ടുണ്ടോ പെൻഗ്വിനെ? പെൻഗ്വിനാണ് ഞങ്ങളിതൊക്കെ ഒരു 2 തവണ കണ്ടാണ്. ഇവരൊക്കെ കണ്ടിട്ടുണ്ട്, ഞാൻ മാത്രമാണ് പെൻഗ്വിനെ കാണാത്തത്. നമുക്കത് കാണാം. ഒന്നുകൂടിയും പറഞ്ഞത് എങ്ങനെ ജീവിച്ചിരിക്കുന്നു ഇപ്പൊ കാണാം. അതെ, ഈ പെൻഗ്വിന് നമ്മുടെ പെൻഗ്വിൻ ഇതാണ് പെൻഗ്വിൻ. മാത്രമല്ല മറ്റേ കിളിയൊക്കെ അപ്പൊ ആ കിളി ചത്തുപോയില്ലേ? ആർട്ടിക്കിളി ജീവിക്കുന്നതല്ലേ. ഇതൊക്കെ ഐബ്രോസൊക്കെ അത് കാണുന്നുണ്ടോ? ആ മറ്റേത് തൂങ്ങി കിടക്കണേ പെൻഗ്വിനില് വേറൊരു ഫ്രീക്ക്. അത് സ്റ്റാച്ചു അല്ലല്ലോ, അതനങ്ങണ്ട്.
പൊങ്ങല്ല വീണ്ടും രാജാവാന്നറിയാല്ല എംബറാണ് നിങ്ങളെ കൂടെ യെല്ലോ നമ്മൾ യെല്ലോ കണ്ട കറക്റ്റ് തന്നെയാ യെല്ലോ എവിടെയാ നോക്കട്ടെ ഇതാണ് യെല്ലോ ഇതാണ് നമുക്ക് കറക്കിയപ്പോ കിട്ടിയത് ഇതൊരു വൃത്തിയില്ലാത്ത പെങ്കി അമല ഇതായിരുന്നു അതില്ലല്ലോ ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് പെങ്കിൻസ് ഇവിടെ ഉണ്ട് അതാണ് അതിൻ്റെ ഉള്ളിൽ പക്ഷെ നമുക്ക് കാണുമ്പോൾ എല്ലാം ഒരേപോലെ തോന്നും പക്ഷെ രണ്ടുമൂന്നെണ്ണം വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഗൈസ് അങ്ങനെ നമ്മൾ ബാഡ്സ് പാരഡൈസിന് ഇറങ്ങുമ്പോൾ തന്നെ ഉച്ചയായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ പോയത് സെൻറ്റോസ് ഐലൻഡിലോട്ടാണ്. ഞങ്ങളിപ്പോൾ വേറെ സ്ഥലത്തേക്ക് വന്നേക്കാണ്. ഇവിടെ തന്നെ മറ്റേ യൂണിവേഴ്സൽ സ്റ്റുഡിയോ ഒക്കെ ഉള്ളത്. അവിടേക്ക് ഞങ്ങൾ നാളെ വരുള്ളൂ. ഇവിടെ ഇപ്പോൾ വന്നത് സെൻറ്റോസ് ഐലൻഡിലേക്കാണ്. ഇവിടെ കുറേ സെറ്റപ്പും സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അക്വേറിയം ഒക്കെ ഉണ്ട് തോന്നുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ടയേർഡായി. കോലം കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല. അപ്പോൾ ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് കാണാൻ. നല്ല രസമുണ്ട് മൊത്തത്തിൽ ഇവിടെ കാണാൻ. അങ്ങനെ ഇവിടെ കയറിയപ്പോൾ കേട്ടോ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ജെല്ലി ഫിഷുകൾ കണ്ടത്. ഒരുപാട് ടൈപ്പ് സംഭവങ്ങളുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എടാ ഇതിന് മീശേന്റെ അടിയൊക്കെ എന്ത് നാവ് വിളിച്ച് കാണിക്കണ് കൊഞ്ചനം കുത്തണ. നമ്മളിവിടുന്ന് ഇറങ്ങി നമ്മൾ അക്വേറിയം എല്ലാം കണ്ടു കഴിഞ്ഞ്
പിന്നെ നമുക്ക് കേബിൾ കാറിൽ റൈഡ് അത് ഒരു 10-20 മിനിറ്റ് ഉണ്ടാവും. 10-20 മിനിറ്റ് ഉണ്ടാവും. അങ്ങനെ എന്താണ് പുള്ളി പറഞ്ഞത്. നോക്കാം നമുക്ക്. ആ പിന്നെ 7 മണിയൊക്കെ ആകുമ്പോൾ ലൈറ്റ് ഷോ ഉണ്ട്. നാളെയാണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ഇന്ന് ചുമ്മാ ഇങ്ങനെ കാണാനുള്ളൂ. നാളെ നമുക്ക് എൻജോയ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ. പോകുന്നത് കേബിൾ കാറിൽ. ശരി ഞങ്ങൾ ഇത് കയറാൻ പോവുകയാണ്. ഇത് കുറെ സീറ്റ് ഉണ്ട്. താഴത്തേക്ക് അങ്ങനെ കേബിൾ കാർ റൈഡിന് ശേഷം ഞങ്ങൾ ഇടനാടോ കയറിയ അവിടെ തന്നെ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കയറുന്നത് സെൻറ്റോസ എക്സ്പ്രസ്സിലാണ്. അതായത് നമ്മുടെ ഇവിടുത്തെ മെട്രോ പോലത്തെ ഒരു സംഭവമാണത്. ഞങ്ങളെല്ലാവരും ഓൾറെഡി ഐലൻഡിൽ കയറുമ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സെൻറ്റോസ എക്സ്പ്രസ്സിൽ കയറാൻ ടിക്കറ്റ് ഫ്രീ ആണ്. പിന്നെ ഇതിൽ കയറുന്ന ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഈ ഐലൻഡ് മൊത്തം കാണാൻ പറ്റും. അതും ഫ്രീ കോസ്റ്റ് ആയിട്ട്. എന്നാൽ നമ്മൾ വേറെ ഏതെങ്കിലും സ്റ്റോപ്പിൽ ഇറങ്ങുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഇതിൽ കയറുകയാണെങ്കിൽ എക്സ്ട്രാ വേറെ പൈസ കൊടുക്കേണ്ടി വരും. അപ്പം ഞങ്ങൾ ഏത് ഡെസ്റ്റിനേഷനിലാണോ കയറിയത് ആ ഡെസ്റ്റിനേഷനിൽ തന്നെ ഇറങ്ങിയത് എല്ലാവരും. ഇനിയിപ്പോൾ ബീച്ചിൽ പോകണം. അപ്പോൾ ബീച്ച് ഷട്ടിലടിക്കുന്ന സംഭവത്തിൽ കയറണം. ഒരു ബസ് പോലത്തെ സെറ്റപ്പ്. അപ്പം അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ഇങ്ങനെ. ഞങ്ങൾ മോണോ ട്രെയിനിൽ കയറി ഇറങ്ങി. ഇപ്പം ഞങ്ങൾ ബീച്ച് ഷട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കല്ല വണ്ടി എടുക്കും. ഞങ്ങളിങ്ങനെ ബീച്ചിലേക്കാണ് പോണത്. അപ്പം ഞങ്ങൾ എല്ലാവരും ട്രെയിനാണോ ബസ്സല്ലേ പോകും. നല്ല രസമുണ്ടല്ലേ. നമ്മളിവിടെ ഇറങ്ങി ബീച്ചിലൂടെ നടക്കാണ്. സംഭവം കൊള്ളായിരുന്നു ആദ്യത്തെ റൈഡ്. ഇപ്പം എല്ലാവരും പല വഴിക്കണം. ഞങ്ങളിവിടെ മജീദൊക്കെ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും അപ്പനെ ചില്ലിങ്ങാണ്. ഇവരൊക്കെ ബീച്ചിൽ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. ഇവരിറങ്ങുമോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങളെന്തിനാ അങ്ങോട്ട് ക്രോസ് ചെയ്യുന്ന? ഇവിടെയല്ലേ ബീച്ച്? മേപ്പൊക്കം പോയിക്കാം. ബീച്ചിൽ മണ്ണൊക്കെ കാണാൻ രസമുണ്ട്. പക്ഷെ വെള്ളം കാണാൻ രസമില്ല. അത് നമ്മുടെ ബീച്ചിൽ നല്ലത്. മിക്കിക്ക് ട്രൗസറിട്ട് ബീച്ചിൽ ഇറങ്ങണം എന്നാണ് പറയുന്നത്. ഫോട്ടോസ് എടുക്കാൻ നോക്കാം നമുക്ക്. ശരി പോകണം. ഇനി എന്ത് ചെയ്യണം? ബീച്ച് ഉണ്ടല്ലോ. ഈ സാധനമാണോ വയ്ക്കുന്നത്? ഇത് വയ്ക്കാൻ പാടില്ല. ഡെപ്പോസിറ്റ് കണ്ടെയ്നർ ടു സ്റ്റാർട്ട് പോയി. അങ്ങനെ ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മൾ ബീച്ചിൽ ഇന്നത്തെ ലാസ്റ്റ് പരിപാടിയായ വിങ്സ് ഓഫ് ദി ടൈം കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ.
Let's go. I wake up to a little bit of drool on my pillow, feel like it's gonna be a bad day. Yeah, I'm tired of shit, and the coffee ain't hit yet, damn, ain't that great. I don't wanna go to work, cause my boss is a jerk, and I'm not even that paid. I need a change in my life, cause I don't feel alive, and there's nothing that makes me happy. Hold my beer for a minute, I'm about to quit my job, cash in for a ticket. I'm going on a trip, and I don't